നമസ്കാരം. കെ ഗണേഷ് കുമാറിനെ ഹൈക്കോടതി എടുത്തിട്ട് തലങ്ങും വെല്ലങ്ങും അലക്കിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോകൾ കണ്ട് മടുത്തവരാണ് കേരളത്തിലെ പൊതുജനങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം ഗണേഷ് കുമാർ നടത്തുന്ന കാര്യങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടാണ്, അദ്ദേഹം പറയുന്നതൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഒരു മന്ത്രി ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു മന്ത്രി എന്നൊക്കെ പറഞ്ഞിരുന്ന പൊതുജനങ്ങൾ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി. കാരണം ഒരുപാട് തവണ ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല, ഒന്നോ രണ്ടോ തവണയൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയും. എന്തായാലും ജനങ്ങൾ സത്യം മനസ്സിലാക്കും എന്നുള്ള കാര്യം മന്ത്രി മറന്നുപോയി എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ ഷോ നടക്കുമ്പോൾ എല്ലാവർക്കും പുച്ഛമാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആത്മാർത്ഥമായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രി ഒരു സിസ്റ്റം ശരിയാക്കണമെങ്കിൽ, അല്ലെങ്കിൽ താൻ ഭരിക്കുന്ന വകുപ്പിലെ ചില വൃത്തികേടുകൾ, ഈ പൊതുജനങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങൾ, ഉദ്യോഗസ്ഥരുടെ അലംഭാവം, ഇതൊക്കെ അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ നേരെയാക്കണം, അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ പോകണമെന്ന് കരുതി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ ഗണേഷ് കുമാർ നിരന്തരമായി ഇങ്ങനെ ആളുകളെ ഇപ്പം ഒരു 4 മാധ്യമങ്ങൾ കൂടുന്ന സമയത്ത് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് പറയുന്നു, ഒരു 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 ദയാദാക്ഷിണ്യം ഉണ്ടാവില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഒരു നടപടിയും നമ്മൾ കാണുന്നില്ല. ആ സമയത്ത് ഗണേഷ് കുമാറിന്റെ കണ്ണിൽപ്പെടുന്ന ആൾക്കെതിരെ മാത്രം നടപടിയെടുക്കും. കൃത്യമായി ഏതെങ്കിലും ഒരു തരത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് KSRTC യാത്ര സുഖകരമാക്കാനുള്ള എന്ത് നടപടിയാണ് ഗണേഷ് കുമാർ വന്നതിന് ശേഷം ഇവിടെ എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയേണ്ടി വരും. മാത്രമല്ല, സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം അത് എത്രത്തോളം കൂടുതലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എത്ര ആളുകളാണ് ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മൂലം ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ഗതാഗത മന്ത്രിയാണല്ലോ. ഗതാഗതം എന്ന് പറയുന്നത് KSRTC മാത്രമല്ല, പല ഈ കേരളത്തിലെ പൊതു സ്വകാര്യ ഗതാഗതമെല്ലാം അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന കാര്യമാണ്. പക്ഷെ അതിനെന്താണ് അദ്ദേഹം നടപടി എടുക്കുന്നത്? ഗതാഗത മന്ത്രി എന്ന നിലയിൽ ഈ ബസ്സുകൾക്കെതിരെ എന്തെങ്കിലും നടപടി അദ്ദേഹം സ്വീകരിച്ചോ? ഇല്ലല്ലോ. മാത്രവുമല്ല, അദ്ദേഹം ഈ പല രീതിയിൽ ആളുകളെടുത്ത് പോയിട്ട് പല കാര്യങ്ങളും പറയുകയും ഇന്ന് അല്ലെങ്കിൽ നാളെ മറ്റന്നാൾ ആവുമ്പോഴേക്കൊക്കെ ഇതിൽ ഒരു പരിഹാരം കണ്ടെത്തണം, ഇല്ലെങ്കിൽ നടപടിയാണ് എന്നൊക്കെ പറയും. പക്ഷേ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള KSRTC ബസ് സ്റ്റാൻഡുകളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കൂ. കുണ്ടും കുഴിയുമായി കിടക്കുന്ന എത്ര ബസ് സ്റ്റാൻഡുകളാണ് ഉള്ളത്? എത്ര സ്ഥലങ്ങളിലാണ് ആളുകൾക്ക് ബേസിക് ആയിട്ടൊരു സൗകര്യമില്ലാത്തത്? ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ KSRTC ജീവനക്കാരുടെ ധാർഷ്ട്യം, പൊതുജനങ്ങളോടുള്ള പ്രത്യേകമായിട്ടുള്ള, അവരാണ് രാജാക്കന്മാരെന്നുള്ളതിലാണ് പലപ്പോഴും ഈ പൊതുജനങ്ങളോട് അവർ പെരുമാറാറുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. മാത്രമല്ല, ബസ് കൃത്യമായ, നമ്മളിപ്പോ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ പല ബസ്സുകളും വരാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. ഇതൊന്നും ശരിയാക്കാതെ അറ്റ്ലീസ്റ്റ് പത്തനംതിട്ട ജില്ലയിലെ ഡിപ്പോ, KSRTC ഡിപ്പോ എടുത്ത് നോക്കിയാൽ മതി, എത്രമാത്രം കുണ്ടും കുഴിയും ആ KSRTC ഡിപ്പോയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പത്തനാപുരത്തെ ഈ കൊട്ടാരക്കരയിലെ തന്നെ ഒരു വാർഡ് മെമ്പർ കൊട്ടാരക്കരയിലെ ഈ പറയുന്ന പോലെ KSRTC ഡിപ്പോയിൽ ചെന്നിട്ട് അവിടെയുള്ള ഈ മാലിന്യ പ്രശ്നം, അവിടെ നിരന്തരമായി പ്ലാസ്റ്റിക് കൂട്ടിയിടുന്നു, പലതരത്തിലുള്ള കുപ്പികൾ കൂട്ടിയിടുന്നു, അവിടെ വൃത്തിയാക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിനെതിരെ കൃത്യമായി പ്രതികരിച്ചിട്ട് ആ സമയത്ത് ഈ ഡിപ്പോ മാനേജർ പറയുന്നത് ആ വീഡിയോ എടുക്കുന്ന ആളുടെ ഫോൺ പിടിച്ചു വാങ്ങി പൊട്ടിച്ചു കളയാനാണ് പറയുന്നത്. ഇത്രമാത്രം ധാർഷ്ട്യത്തോടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുള്ള ഒരു സ്ഥലമാണിത്. എന്നിട്ട് എന്ത് നടപടിയാണ് ഗണേഷ് കുമാർ എടുക്കുന്നത് എന്ന ചോദ്യമുണ്ട്. എന്തായാലും നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, കേരള ഹൈക്കോടതിയിൽ ഒരു പരാതി പോയിരുന്നു. അതായത് ബസ് ഓടിക്കുന്ന സമയത്ത് ആ ബസ്സിൽ ഗണേഷ് കുമാർ അതിന്റെ മുമ്പിൽ എത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്കാണ് അദ്ദേഹം കാണുന്നത് ഈ ബസ്സിന്റെ മുമ്പിൽ കുപ്പിവെള്ളത്തിന്റെ കുപ്പി അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ആ ബസ്സിന് തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെടുത്ത് കളഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബസ് ഡ്രൈവറെ ശകാരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് മാത്രമല്ല, ഡ്രൈവർ ആ സമയത്ത് പറയുന്നുണ്ട്, സാർ അത് ഞാനല്ല ചെയ്തത്, ഞാനിപ്പം ഡ്യൂട്ടിക്ക് കയറിയതാണ്, ഇന്നലെ ഉണ്ടായിരുന്ന ഡ്രൈവറും കണ്ടക്ടറുമാണ് അതിന്റെ ഉത്തരവാദികൾ എന്ന് പറയുമ്പോൾ അതല്ല അദ്ദേഹം കേൾക്കുന്നത്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, ഇത് മാറ്റിയിട്ടില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടപടി എടുക്കണം എന്ന നിലയിലേക്കാണ് അദ്ദേഹം നിർദ്ദേശം നൽകുന്നത്. അതിന് 2 ദിവസത്തിന് ശേഷം ആ ഒരു ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറെയും മറ്റ് ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങുകയും ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡ്രൈവർ ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതിയിൽ പോയതിനു ശേഷം കേരള ഹൈക്കോടതി കേസ് കൃത്യമായി കേൾക്കുകയും പഠിക്കുകയും ചെയ്തതിനു ശേഷം ഈ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടുള്ള വിധിയാണ് പുറപ്പെടുവിച്ചത്. ഹൈക്കോടതി ചോദിച്ചത് വെള്ളക്കുപ്പിയല്ലേ, മദ്യക്കുപ്പിയൊന്നും അല്ലല്ലോ എന്നാണ് ചോദിച്ചത്. കാരണം ഒരു ബസ്സിനകത്ത് ഒരു വെള്ളക്കുപ്പി കണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ബസ് ഡ്രൈവറെ എങ്ങനെയാണ് ഈ തരത്തിൽ ഈ പറയുന്ന പോലെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുക്കാൻ കഴിയുക? കാരണം ബസ് നന്നാക്കാൻ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ബസ് വൃത്തിയാക്കാനും ബസ്സിലെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനും ഒക്കെ പ്രത്യേകം ആളുകളെ, സ്വീപ്പർ തസ്തികയിലൊക്കെയുള്ള ആളുകളെ KSRTC നിയമിച്ചിട്ടുണ്ട്. അവർക്ക് എന്താണ് ജോലി? അവർ ചെയ്യേണ്ട കാര്യമല്ലേ അത്?
മാത്രമല്ല ഇനി തെറ്റാണെങ്കിൽ തന്നെ ആരാണോ ആ തെറ്റ് ചെയ്തത് അവരെയല്ലേ അതിന് ശിക്ഷിക്കേണ്ടത്. ഈ ഡ്രൈവറെയും കണ്ടക്ടറെയും ശിക്ഷിച്ചാൽ തന്നെയും ഈ കുപ്പി അവിടെ ഇട്ടുപോയ ഡ്രൈവറെയും കണ്ടക്ടറെയും ശിക്ഷിച്ചില്ല എന്ന് പറയുന്നത് എത്രമാത്രം ന്യായമുള്ള കാര്യമാണ് എന്നൊക്കെ ഹൈക്കോടതി കൃത്യമായി എടുത്തു ചോദിച്ചു. മറ്റൊരു അവസരത്തിൽ കെ ബി ഗണേഷ് കുമാർ ഒരു ബസ് തടയുകയും ആ ബസ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ച് അവരെ സ്ഥലം മാറ്റാൻ ഉത്തരവിടുകയും ചെയ്തതോടുകൂടി ഈ സ്ഥലം മാറ്റാൻ ഉത്തരവിട്ട ആളുകൾ യൂണിയൻ പ്രവർത്തകരായതുകൊണ്ട് തന്നെ ആ യൂണിയൻ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ അല്ലെങ്കിൽ സ്ഥലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കാൻ പറ്റില്ല എന്ന രീതിയിലായിരുന്നു KSRTC യൂണിയന്റെ ഭരണപക്ഷ യൂണിയന്റെ തീരുമാനം. അത് മന്ത്രി അറിയിക്കുകയും പിന്നീട് ആ നടപടിയിൽ നിന്ന് ഈ യൂണിയൻ നേതാക്കൾ ഊരിപ്പോരുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഈ യൂണിയൻ നേതാക്കന്മാരെ ഒന്നും ചെയ്യില്ല. സാധാരണക്കാരനായിട്ടുള്ള ഡ്രൈവർമാരെ, സാധാരണക്കാരായിട്ടുള്ള കണ്ടക്ടർമാരെ, അതിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ എന്തും ചെയ്യാമെന്നുള്ള നിലപാടാണ് ഉള്ളതെങ്കിൽ അത് തീർച്ചയായിട്ടും ശരിയായ ഒരു കാര്യവുമല്ല. അപ്പം മന്ത്രി ഗണേഷ് കുമാറിന്റെ ഈ പറയുന്ന ഷോ അതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവിടുത്തെ KSRTC എന്നേ നന്നായി പോയേനെ. കർണാടക RTC എന്ന് പറയുന്ന KSRTC എന്ന പേര് പോലും കർണാടക RTCക്കാണ് ഇന്ന് സ്വന്തം. കേരള RTC എന്ന് മാത്രമാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പം കർണാടക RTCയുടെ ബസ്സുകൾ മന്ത്രി ഗണേഷ് കുമാർ ഒന്ന് കാണണം. അതിൽ എങ്ങനെയാണ് അവർ അതിനെ കൊണ്ടുപോകുന്നത്, അതിനെ എങ്ങനെയാണ് അവർ പരിപാലിക്കുന്നത്, അതിലെ സിസ്റ്റം എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് മന്ത്രി കണ്ടാൽ അത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴും KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ ചോർന്നൊലിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും, വെള്ളം ഒലിക്കുന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഈ നമ്മുടെ അറ്റത്തിരിക്കുന്ന സമയത്ത് ജനലിന്റെ ഭാഗത്തിരിക്കുമ്പോൾ അവിടെയുള്ള ഷട്ടർ എത്ര ഇളക്കിയാലും ഇളക്കാൻ പറ്റാത്ത ഷട്ടറുള്ള KSRTC ബസ്സുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ രീതിയിലൊക്കെ അത്തരം കാര്യങ്ങൾക്കൊന്നും നടപടിയെടുക്കാതെ ഈ കൃത്യമായ പരിപാലനത്തിലൂടെ, കൃത്യമായ സിസ്റ്റം റെഡിയാക്കലിലൂടെ KSRTC മുന്നോട്ട് കൊണ്ടുപോകാതെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുമ്പോഴേക്ക് ചാടിയിറക്കി സസ്പെൻഷൻ എന്ന് പറഞ്ഞ് പോകുന്ന മന്ത്രിയുടെ ഈ രീതി എത്രത്തോളം ശരിയാണ് എന്ന ചോദ്യമാണ് എന്തായാലും പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്നത്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ സരിതയുടെ വിഷയം വെച്ച് ഏറ്റവും കൂടുതൽ എതിർക്കാൻ അല്ലെങ്കിൽ കരിവാരി തേക്കാൻ മുന്നിടുന്നത് ഈ പറയുന്ന ഗണേഷ് കുമാറാണ് എന്നതിന്റെ വലിയ ആരോപണം ഉണ്ടായിരുന്നു. ആ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ഗണേഷ് കുമാറിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. വെള്ളാപ്പള്ളി നടേശൻ പോലും എടുത്ത് പരിഹസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഗണേഷ് കുമാറിന്റെ പിതാവിനെ പോലും പരിഹസിക്കുന്ന രീതിയിലാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത് സ്വന്തം പിതാവിനെയും സ്വന്തം ഭാര്യയെയും സ്വന്തം സഹോദരിയെയും ചതിച്ച ആളാണ് ഗണേഷ് കുമാർ. ഞാൻ ഗണേഷ് കുമാറിന്റെ തന്തയുടെ സ്ഥാനത്താണ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് തന്തയാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. തന്തയുടെ സ്ഥാനത്താണ് എന്നാണ്. ആ തന്തയും അദ്ദേഹം കുത്തി. ആ രീതിയിൽ ചതി മാത്രം മുന്നിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. മന്ത്രിസ്ഥാനത്തിന് വേണ്ടി സരിതയെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം നേടിയത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പൊ വെള്ളാപ്പള്ളി ഈ രീതിയിലൊക്കെ മന്ത്രി ഗണേഷ് കുമാറിനെ എടുത്ത് ഉടുക്കുന്ന സമയത്ത് അതിന് കൃത്യമായി മറുപടി പറയാൻ പോലും ഗണേഷ് കുമാറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം ഷോകളല്ല വേണ്ടത്, കൃത്യമായ നടപടിയാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇതൊന്നുമില്ലാതെ ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മേലേക്ക് കുതിര കയറുകയും തെറ്റ് ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കുകയും യൂണിയൻകാർ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഒന്നും ഉണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച മന്ത്രിയുടെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ഏറെ രസകരമായ ഒരു കാര്യം, കഴിഞ്ഞ പണിമുടക്കിന് മന്ത്രി പറയുകയാണ് ഈ KSRTC ബസ്സുകളെല്ലാം തന്നെ നാളെ ഓടും, അത് ഒരു തരത്തിലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നു. ഉടനെ തന്നെ CITUവിന്റെ സംസ്ഥാന പ്രസിഡന്റും LDFന്റെ കൺവീനറുമായിട്ടുള്ള TP രാമകൃഷ്ണൻ, അതായത് LDFിലാണല്ലോ ഈ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള, ഇപ്പൊ അത് കേരള കോൺഗ്രസ് B എന്ന് പറയുന്നുണ്ടെങ്കിലും കേരള കോൺഗ്രസ് ഗണേഷ് കുമാർ G എന്ന് പറയേണ്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ കേരള കോൺഗ്രസ് B പ്രതിദാനം ചെയ്യുന്നത് LDFനെയാണ്. അപ്പൊ ആ LDFന്റെ കൺവീനർ തന്നെ പറയുകയാണ് ഗണേഷ് കുമാറിന്റെ മന്ത്രിപ്പണി എടുത്താൽ മതി, അല്ലാതെ യൂണിയൻകാരുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറയുകയാണ്. അപ്പൊ ആ രീതിയിൽ അന്ന് ഗണേഷ് കുമാറിനെ വിശ്വസിച്ചുകൊണ്ട് ബസ് എടുക്കാൻ വന്ന ആളുകൾക്ക് മുഴുവൻ പൊതുവെ തല്ലും അസഭ്യവും കേട്ടു. എന്ത് നടപടി ഉണ്ടായി? ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതുകൊണ്ട് ഇത്തരത്തിലുള്ള ഷോകൾ നിർത്തിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന രീതിയിലാണ് വലിയ പ്രതികരണങ്ങൾ എന്തായാലും വരുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഗണേഷ് കുമാറിന് കിട്ടിയത് കനത്ത പ്രഹരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും.